ഹായ് ഓൾ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റെയിൻ ബി എൻ ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണെന്നാണ്. അതായത് ഇപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച്. ഇനി അറിയാത്തവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പം ഈ ബി എൻ ബി എന്ന് പറയുന്ന ഒരു കോയിൻ ഉണ്ട്, ഈ ക്രിപ്റ്റോ കറൻസി. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ റെയിൻ ബി എൻ ബി എന്ന് പറയുന്നത്. ഇപ്പോൾ ബി എൻ ബി എന്ന് പറഞ്ഞ കോയിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഇപ്പം എന്താ, ഇപ്പോൾ കറൻസി ഉണ്ടല്ലോ നമ്മുടെ സാധാരണ പൈസ, അതിപ്പോൾ ഡിജിറ്റലായല്ലോ. പണ്ടൊക്കെ നോട്ടായിരുന്നു, ഇപ്പോൾ ഡിജിറ്റലായി. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം പോലെ ഉള്ളൊരു സംഭവമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം പണ്ടൊരു നമ്മൾ എന്താ പറയണ്ടത്, ഒരു 2000 കാലഘട്ടങ്ങളിലൊക്കെ, 1900 അല്ലെങ്കിൽ 2000 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു പവൻ സ്വർണം മേടിച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതിൻ്റെ മൂല്യം വെച്ച് എത്ര ഇരട്ടി പൈസ നമുക്ക് കിട്ടും. അതേപോലെ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഒരു പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോയിൻ വാങ്ങി വെച്ചാൽ ഭാവിയിലേക്ക് അതിൻ്റെ മൂല്യം കൂടുമ്പോൾ നമുക്കതിൻ്റെ അന്നത്തെ മൂല്യം എത്രയാണോ ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും സംഭവം ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അത് ഓരോ നമ്മൾ മേടിക്കുന്ന കോയിൻ അനുസരിച്ചിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ പറയുന്നത് ബി എൻ ബി എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ചാണ്. ഈ ഒരു കോയിൻ ഈ ക്രിപ്റ്റോ കറൻസി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഈ ക്രിപ്റ്റോ മാറ്റിയിട്ട് നമുക്ക് സാധാ പൈസയാക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയുള്ളതിൽ ഏറ്റവും ലോകത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതാണ് ബിനാൻസ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, പരസ്യങ്ങളിലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ബിനാൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അതായത് ഈ ക്രിപ്റ്റോ കറൻസീൻ്റെ ഒരു ടോപ്പ് നമ്പർ 1 എക്സ്ചേഞ്ച് ആണ് ഈ ബിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇറക്കിയിരിക്കുന്ന കോയിനാണ് ഈ ബി എൻ ബി എന്ന് പറയുന്നത്. ബി എൻ ബി എന്ന് പറഞ്ഞ കോയിനാണ് ലോകത്തിലെ ടോപ്പ് 5 നിൽക്കുന്ന കോയിൻസിൽ ഒരെണ്ണം. അപ്പോൾ ഈ ബി എൻ ബി കോയിനാണ് നമ്മളിവിടെ ചെയ്യുന്ന സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പേര് റെയിൻ ബി എൻ ബി എന്നാണ്. അപ്പം ഈ നിലവിലിപ്പോൾ ഒരു ബി എൻ ബി കോയിന് ഏകദേശം ഒരു 64,000 65,000 ആ ഒരു റേഞ്ചിൽ ഇപ്പം മൂല്യം ഉണ്ടായില്ല. ഇന്നത്തെ വില ഏകദേശം ഒരു 63 64 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. അത്രയും 64,000 രൂപ ഏതാണ്ടുണ്ട് ഇന്നത്തെ വില. അപ്പം അത്രയും വലിയൊരു എമൗണ്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റെയിൻ ബി എൻ ബി എന്ന് പറയുന്ന സിസ്റ്റം ഒരു എന്താ പറയണ്ടത്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ഈ ബി എൻ ബി ഇങ്ങനെ ലഭിക്കും. ചെറിയ തോതിലുള്ള ഒരു ബി എൻ ബി എമൗണ്ട് നമുക്കിങ്ങനെ ലഭിക്കും. പിന്നെ ലെവൽ കൂടുന്തോറും നല്ല രീതിക്ക് നമുക്ക് ബി എൻ ബി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ബി എൻ ബിൻ്റെ അന്നത്തെ മൂല്യം വെച്ച് നല്ലൊരു പൈസ തന്നെ ആവും. നമുക്ക് ഭാവിയിലേക്കൊക്കെ ആണെങ്കിലും ഈ സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം ഒരുപാട് ആൾക്കാർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമുക്ക് ബി എൻ ബികൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ശരിക്കും സിമ്പിളായിട്ട് ഈ റെയിൻ ബി എൻ ബിൻ്റെ ഒരു തുടക്കം. അതായത് ബി എൻ ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ റെയിൻ ബി എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് നമുക്ക് ബി എൻ ബികൾ ലഭിക്കാൻ വേണ്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി പോലെ ബിൽഡ് ചെയ്യുന്ന, നമ്മൾ താഴോട്ടേക്ക് ആൾക്കാരെ ചേർക്കുമ്പോൾ അവർ ചേരുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ മറ്റുള്ള ഇതുപോലെ പ്രൊഡക്റ്റ് മേടിക്കുന്ന അങ്ങനത്തെ ഇതൊന്നുമല്ല. ഈ ബി എൻ ബി വെച്ചുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ റെയിൻ ബി എൻ ബി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. നമ്മളിപ്പം ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ ചേരുന്നതിൽ നിന്നും നല്ലൊരു ശതമാനം വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇപ്പം ബി എൻ ബിയെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, അത് മറ്റു വീഡിയോസിലൊക്കെ ഉണ്ട്. ഈ എന്താണ് ഇത് അതായത് ഈ ബി എൻ ബി ക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ ആൾക്കാർ എന്തുകൊണ്ടാണ് ആ സമയത്തൊന്നും, അതായത് ഇത് ഇറക്കിയ സമയത്ത് ചെറിയ വിലയുണ്ടായിരുന്നുള്ളൂ ഈ ബി എൻ പിക്ക്. ഇപ്പം അത് ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് 2017 ഏതാണ്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അവിടുന്ന് ഇത്രയും വർഷം കടന്നു വന്നപ്പോൾ 7-8 കൊല്ലത്തിനുള്ളിൽ തന്നെ ഏകദേശം ചെറിയ രീതിയിൽ 1000 രൂപയ്ക്ക് താഴെ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ മൂല്യം. അവിടെ നിന്നാണ് ഇപ്പം 60,000 മുകളിലേക്ക് മൂല്യം കയറിയേക്കുന്നത്. അപ്പോൾ ഇതിനിയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പറ്റിയൊരു സമയമാണ്, മേടിച്ചിട്ട് പോകണമെങ്കിൽ നല്ല രീതിക്കൊരു വരുമാനം ഉണ്ടാക്കാം. ഇത് ഇപ്പം റൈഡ് ബി എൻ ബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നില്ല, കാരണം ഇതെല്ലാം ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റാണ്. അതായത് അതിപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും തിരിഞ്ഞൊന്നും വരില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബാങ്ക് പോലെ, ഇപ്പോൾ ഒരു ഫിനാൻസ് കമ്പനി, ഒരാളൊരു ഫിനാൻസ് കമ്പനി തുടങ്ങി നമ്മളെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം അയാൾ പൂട്ടിപ്പോയാൽ നമുക്ക് പൈസ നഷ്ടം. അങ്ങനെയുള്ള പലയിടത്തും നടക്കുന്നത് ചിട്ടികളൊക്കെ. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്, അതായത് ഒരാൾ നടത്തുന്ന പരിപാടിയൊന്നുമല്ല. ഇത് നെറ്റിലുള്ളൊരു സിസ്റ്റമാണ്. നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഒരിക്കലും ഇത് പൂട്ടിപ്പോകത്തില്ല. കാരണം ഇതിൻ്റെ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ഇത് നിർത്തണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം അവരത് ഈ ബിനാൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതാണ്.
അത് അവർ വിറ്റു എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പം സർക്കാരിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കിയ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണിത്. നമുക്ക് ഉണ്ടാക്കിയ ഒരു വ്യക്തി അത് സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ ആർക്കും പറ്റത്തില്ല. അതുപോലെ ഇത് നിർത്തി പോകാനും ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. പിന്നെ ബിനാൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിലുള്ളൊരു സിസ്റ്റമാണ് ഈ OPBNB എന്ന് പറയുന്നത്. അതൊരു നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ അത്രയും ഓർത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പം ജസ്റ്റ് ഒരു തുടക്കക്കാർക്ക് ഇത് എന്താ സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഇത് എന്തിനാണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് ഈ PDF-ൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതായത് ഈ റൈഡ് BNB പഴയ വെർഷനാണ്, ഇതിപ്പോൾ പുതിയത് ഇറക്കിയതാണ്. അപ്പം ഇതിൻ്റെ പേര് റെയിൻ BNB എന്നാണ്. ഈ റെയിൻ BNB എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്താൽ ഇതിൽ നിന്ന് വരുമാനം നേടാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾക്കിപ്പോൾ ഒരു പേഴ്സൊക്കെ പോലെ നമ്മളൊരു പേഴ്സ് മേടിച്ചാൽ അതിലേക്ക് പൈസ ഇടില്ലേ, അതേപോലെ തന്നെയാണ് ഇത്. ഒരു ഫോൺ വഴി നമുക്ക് ഈ ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, അല്ലെ സേഫ്പാൽ, അങ്ങനെ ഒരുപാട് വാലറ്റുകളുണ്ട്. അതായത് നമുക്ക് ഒരു ആപ്പാണത്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോർ വഴി. പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു അക്കൗണ്ട് എടുക്കുന്ന പോലെ. ഇപ്പം നമ്മളൊരു പേഴ്സ് മേടിച്ച് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഴ്സ് വാങ്ങി അതിലേക്ക് പൈസ വയ്ക്കില്ലേ, അതേപോലെ തന്നെ നമുക്കൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കോയിൻസ് മേടിച്ച് വയ്ക്കുന്നു. അതായത് നമ്മുടെ സ്വന്തമാണത്, മറ്റൊരാൾക്കൊന്നും എടുക്കാൻ പറ്റില്ല. അതേ ഒരു ഇത് തന്നെ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ടോക്കൺ പോക്കറ്റ് വെച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. ടോക്കൺ പോക്കറ്റിൻ്റെ കാര്യങ്ങളാണ് അധികം പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു വാലറ്റ്, അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, അതിലൊരു അക്കൗണ്ട് എടുത്തു. എന്നിട്ട് അതുവഴിയാണ് നമുക്ക് ഈ BNBൻ്റെ ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് റെയിൻ BNBൻ്റെ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഞാൻ ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു 0.0044 BNB ഇത്രയും BNB എനിക്ക് വേണം. അതായത് അതിനാണ് ഈ പറയുന്നത് 350 രൂപയ്ക്ക് തുടങ്ങുക എന്ന് പറയുന്നത്. അതായത് 350 രൂപ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 0.0044 കുറച്ചുകൂടെ മുകളിൽ BNB നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ നിന്നും ഈ 0.0044 BNB വെച്ചിട്ടാണ് ഈ റെയിൻ BNB എന്ന് പറഞ്ഞ ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് അത്രയേ ഉള്ളൂ. നമ്മളിതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു, അങ്ങനെ നമ്മളതിൽ കയറുന്നു. അപ്പം അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഞാൻ തൊട്ടടുത്തതിലിടാം. കാരണം ഇതിപ്പോൾ എന്താണ് ഈ റെയിൻ BNB എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിലുള്ള വാലറ്റുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ, ടോക്കൺ പോക്കറ്റും ട്രസ്റ്റ് വാലറ്റും മെറ്റാമാസ്കും 1key, അതുപോലെ സേഫ്പാൽ, ഇതെല്ലാമാണ് വാലറ്റുകൾ. അപ്പോൾ ഇതുവഴി നമുക്ക് ഓരോ വാലറ്റ്, അതായത് അക്കൗണ്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ BNB മേടിച്ചിടുക. ഈ പറയുന്ന ഒരു എമൗണ്ട്, അതായത് 0.0044 BNB വാങ്ങിച്ചിടാൻ സാധിക്കും. എന്നിട്ട് അത് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ കാണിക്കാം, പേടിക്കണ്ട. അതുപോലെ ഒരു ഇതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സംഭവമാണ് ഈ ഫസ്റ്റ് ലെവൽ. അതിനുശേഷം നമ്മളൊരു 2 ആൾക്കാരെ ചേർക്കുന്നു. അതായത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 2 ആൾക്കാരെ നമ്മൾ കൊണ്ടുവരണമെന്ന് മാത്രമാണ്. 2 വ്യക്തികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഈ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ എല്ലാവരും നമ്മുടെ താഴോട്ട് കൊണ്ടുവരുന്ന എല്ലാവരും 2 പേരെ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ പല ലെവൽസ് കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് ലെവലുകളുണ്ട്. ഈ ലെവലുകളെല്ലാം ഇങ്ങനെയാണ്. ഈ ഇൻഫ്ലുവൻസർ ആദ്യം തുടങ്ങുന്ന ബിഗിനറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കയറുമ്പം ഒരാൾ ബിഗിനർ ആയിരിക്കും, ഈ ഒരു ബിഗിനർ റാങ്ക്. അപ്പം ആദ്യം ബിഗിനർ കഴിഞ്ഞ് പിന്നെ ഇൻഫ്ലുവൻസർ, അച്ചീവർ, അംബാസഡർ, പയനിയർ, മെൻറ്റർ, ചാമ്പ്യൻ, ഡയറക്ടർ, ടൈറ്റൻ, ഐക്കൺ, ലെജൻഡ്, എംപറർ, കോൺകറർ, ചാൻസലർ, അവസാനമായിട്ട് ക്രിയേറ്റർ. ഇത്രയും ലെവലുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു 2 വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസറായി മാറും. ഇതാണ് ഇത് ലെവൽ 2 കണ്ടോ. നമ്മൾ 2 പേരെ കൊണ്ടുവന്നു, അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസറായി. ഇനി പിന്നീട് അതിൻ്റെ താഴേക്ക് ആൾക്കാർ വരുമ്പം 2 പേര് വെച്ചായിരിക്കും ഇതേപോലെ വരുന്നത്. ഒരു ബൈനറി സ്ട്രക്ചറിലാണ് ഇത് പോകുന്നത്. അതായത് നമ്മളിപ്പം ഒരു 3 പേരെ ഞാൻ തന്നെ ഒരു 3 പേരെ കൊണ്ടുവന്നാലും ആദ്യത്തെ 2 പേരായിട്ട് ആഡായി. എന്നിട്ട് അതിന് ശേഷം മൂന്നാമത്തെ ആൾ ഈ ആദ്യം ചേർത്ത ആളുടെ താഴെയായിട്ട് വരും. അങ്ങനെയാണ് ഇത് പോകുന്നത്. പക്ഷേ ഡയറക്റ്റ് റെഫറൽ എനിക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ട്രീ സ്ട്രക്ചറിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ട്രീ സ്ട്രക്ചർ എവിടെയോ ഉണ്ടല്ലോ. ഈ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. അതായത് ഞാൻ യു എന്നുള്ളതാണ് നമ്മളൊരു 2 പേരെ ചേർക്കുന്നു, അവർ പിന്നെ 4 പേരെ ചേർക്കുന്നു, അവർ പിന്നെ 8 പേരെ ചേർക്കുന്നു,
അതിനുശേഷം 16 32 64 ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 2 പേരെ നമ്മൾ ചേർക്കൂലേ, ഈ 2 പേരെ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസറാവും. ബിഗിനർമാരെ നമ്മൾ ഇൻഫ്ലുവൻസറാവും. അതിനുശേഷം ഈ 2 പേര് 4 പേരെ ചേർക്കും. അപ്പം ഈ 4 പേരെ ചേർക്കുമ്പോൾ ഈ 2 പേരും ഇൻഫ്ലുവൻസേഴ്സ് ആവും. പിന്നെ ഈ 4 പേരും 8 പേരെ ചേർക്കും. ഈ 8 പേര് ചേർത്ത് കഴിയുമ്പോൾ ഈ 8 പേരും 4 പേരുടെ ഇടയിലല്ലേ വരുന്നത്. അപ്പോൾ ഈ 4 പേര് ഇൻഫ്ലുവൻസേഴ്സ് ആവും. ഈ 4 പേര് ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വരുമാനം കിട്ടും. അവർ ഇൻഫ്ലുവൻസർ ആയതിൻ്റെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഒരു വരുമാനം നമുക്ക് കിട്ടും. പിന്നീട് ഈ 8 പേരും ഇൻഫ്ലുവൻസറും കഴിഞ്ഞ് അടുത്ത റാങ്കായ അച്ചീവറിലേക്ക് എത്തുമ്പം നമുക്ക് അച്ചീവർ റാങ്ക് ഇവരിൽ നിന്നല്ല 8 പേരിൽ നിന്ന് അച്ചീവർ റാങ്ക് കിട്ടും. അപ്പോൾ അതേപോലെ താഴോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പൈസ കിട്ടുന്ന ഒരു നിരക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ വരുമാനം കിട്ടുന്നത്. അതായത് ഇപ്പോൾ 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 350 രൂപ എടുത്ത് നമ്മൾ ചേർന്നു. അതിനുശേഷം നമ്മൾ താഴെ 2 പേരെ കൊണ്ടുവന്നു. അവർ 350 വെച്ച് ചേർന്നു. അങ്ങനെ ആകുമ്പം ഈ 2 പേരുടെയും ചേരുന്നതിൻ്റെ അതായത് ആ ഒരു എമൗണ്ടിൻ്റെ 69% നമുക്ക് കിട്ടും. കാരണം നമ്മൾ നേരിട്ട് കൊണ്ടുവന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അവർ വീണ്ടും താഴേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ അപ്ഗ്രേഡ് നടക്കുമല്ലോ, അവരിങ്ങനെ അവരുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പം നമുക്കും അതിൻ്റെ ഒരു വരുമാനം കിട്ടും. അതാണ് ആദ്യം ഇൻഫ്ലുവൻസർ ആവുന്ന സമയത്ത് നമുക്ക് താഴെ 2 പേരുണ്ടാവും. വീണ്ടും അവരുടെ താഴെ 2 പേര് വെച്ച് 4 പേരുണ്ടാവും. ഈ 4 പേരും ഇൻഫ്ലുവൻസർ ആവുന്ന സമയത്ത് നമുക്ക് 0.0041 BNB വെച്ച് ഒരാളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ മൊത്തത്തിൽ 0.01656 BNB ലഭിക്കും. അതിൽ നിന്നും നമുക്ക് അപ്ഗ്രേഡിന് വേണ്ടി ആവശ്യമുള്ളത് 0.0132 BNB ആണ്. ബാക്കി ഇത്രയും BNB ഈ 0.0036 BNB നമ്മുടെ ആ ഒരു ലെവലത്തെ വരുമാനമാണ്. അതേപോലെ താഴോട്ടേക്കുള്ള എല്ലാ ലെവലുകളിലും ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ റെയിൻ BNBൻ്റെ ഒരു ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. ഈ അപ്ഗ്രേഡിൻ്റെ എല്ലാം ഇതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു വരുമാനം ഇതാണ്. അപ്പോൾ ഓരോ ലെവലിൽ നോക്കിയാൽ മതി. ഇപ്പം ഈ ആദ്യത്തെ കാണുന്ന ഇൻഫ്ലുവൻസറിൻ്റെ ഇതിൽ കിട്ടുന്നതാണ്, പിന്നെ അച്ചീവറിന് കിട്ടുന്നതാണ്, അംബാസഡറിന് കിട്ടുന്നതാണ്. അങ്ങനെ പോയപ്പോൾ ഇത് കണ്ടോ, ഏകദേശം 4 BNB എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 2,40,000 രൂപയൊക്കെ വരും. അതേതാ ഒരു മെൻറ്റർ 6ാമത്തെ റാങ്ക് ഇല്ലേ, 6ാമത്തെ ലെവല്, അതെത്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഇത്രയും എമൗണ്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതായത് 2-2.5 ലക്ഷം രൂപ കിട്ടും. അതിങ്ങനെ പോയി പിന്നെ കോടികളുടെ കണക്കിലേക്ക് കിടക്കും. പിന്നെ 1000 കോടികളൊക്കെ ആയി. അങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കും. അത്രയും ഇതിലേക്കൊന്നും പോകുന്നില്ല. നമുക്കൊരു ലക്ഷങ്ങളുടെ വരുമാനം ഒരു ചെറിയ തോതിൽ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് റോയാലിറ്റി ഇൻകം ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന 10ാമത്തെ റാങ്കില്ലേ ഐക്കൺ, ഈ ഐക്കൺ എത്തിക്കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഡെയിലി ഇവരുടെ ഓവറോൾ വരുമാനത്തിൻ്റെ ഒരു ശതമാനം വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിൽ ഒരുപാട് പൈസ നേടാൻ പറ്റിയ ഒരുപാട് വഴികളുണ്ട്. ഇതൊക്കെ പിന്നീട് അവരുടെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ റെയിൻ BNBൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം ഇതാണ്. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അനുസരിച്ച് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. നമ്മുടെ താഴെ എത്രത്തോളം ആൾക്കാർ വരുന്നോ അത്രയും കൂടുതൽ വരുമാനം നമുക്ക് വരും. അപ്പം മാക്സിമം ആളെ ചേർക്കാൻ നോക്കുക. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ഒരു 350 രൂപ കൊടുത്ത് ചേരുക, താഴെ ഒരു 2 ആൾക്കാരെ കൊണ്ടുവരിക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതേപോലെ നിങ്ങളുടെ താഴെ വരുന്ന എല്ലാവരും ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടാകാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, താഴെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് BNB കൂടും, തന്നെ ഇതിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു ചെറിയ ശതമാനം വെച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയത്ത് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം ഇപ്പോൾ നിങ്ങളുടെ താഴെയുള്ള ഒരാളെ അപ്ഗ്രേഡ് ചെയ്തു, ഇപ്പം നമ്മുടെ താഴെയുള്ള ഒരു അംബാസഡർ എന്ന് പറഞ്ഞ ഒരാളെ അപ്ഗ്രേഡ് ചെയ്തു, അംബാസഡറിലേക്ക് നമ്മുടെ ഏതെങ്കിലും താഴെ ഒരു ലെവലിൽ ഒരാളെ അംബാസഡറായിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പം നമുക്കതിൻ്റെ വരുമാനം കിട്ടണമെങ്കിൽ അയാൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ്, ഒരാൾ അപ്ഗ്രേഡ് ചെയ്താൽ തന്നെ 0.01656 BNB വെച്ച് കിട്ടും. അപ്പം അത്രയും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അതിനനുസരിച്ച് അപ്ഗ്രേഡഡ് ആയിരിക്കണം. നമ്മളും അംബാസഡറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ BNB കൂടുതൽ വരുന്നുണ്ടെന്നും പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരുമാനം കിട്ടത്തില്ല, അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ പോയിൻ്റ് കണക്ക് പറയുന്നത് അത്ര തിരിയുന്നില്ലെങ്കിൽ വേറൊരു ഇതുണ്ട്, ഏകദേശം പൈസേൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് പറയുന്നത്. അത് വീഡിയോ കണ്ടായിരുന്നല്ലോ, ഒരു മിനിറ്റ് ഇപ്പം പറയാം. കാണുന്നില്ല. ഇത് തന്നെ. അതായത് ഇപ്പം നിങ്ങൾ ഇൻഫ്ലുവൻസർ റാങ്കിലല്ലേ,
അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. ഇപ്പം സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. നമ്മളിപ്പോൾ ഒരു 2 പേരെ കൊണ്ടുവന്നു. അവർ ഈ കൊണ്ടുവന്ന 2 പേരും 4 പേരെ വെച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 4 പേരാണ് നമ്മുടെ രണ്ടാമത്തെ ലെവല്. നമ്മൾ കൊണ്ടുവന്ന 2 പേര് ആദ്യത്തെ ലെവല്. അവർ കൊണ്ടുവന്ന 2 പേര് വെച്ച് 2 പേര് വെച്ച് 4 പേരാകുമ്പോൾ അവർ നമ്മുടെ രണ്ടാമത്തെ ലെവല്. പിന്നെ അവർ കൊണ്ടുവരുന്ന 2 പേര് വെച്ച് 8 പേര് കൊണ്ടുവരുന്നില്ലേ, ഈ 8 പേരും നമ്മുടെ മൂന്നാമത്തെ ലെവൽ. അങ്ങനെ വേണം നോക്കാൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവലിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ നമുക്ക് ഏകദേശം 600 രൂപ കിട്ടും. അതായത് ഈ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ എല്ലാം പൈസ മാറ്റിയിട്ടാണുള്ള ലാഭമാണ് ഞാൻ പറയുന്നത്. 600 രൂപ കിട്ടും. പിന്നെ ഈ മൂന്നാമത്തെ ലെവലിലുള്ള ഒരു അച്ചീവേഴ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് 4400 രൂപ കിട്ടും. അതിന് ശേഷം നാലാമത്തെ ലെവലിലുള്ളവർ, അതായത് ഇവിടെ നാലാമത്തെ ലെവലിലുള്ള ഒരു അംബാസിഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് 21,600 രൂപ കിട്ടും. അതിന് ശേഷം അഞ്ചാമത്തെ ലെവലിലുള്ള പയനീർ എന്ന് പറഞ്ഞ ഇവർ അഞ്ചാമത്തെ ലെവലിൽ ഉള്ളവരെല്ലാം പയനീർ ആയി കഴിയുമ്പോൾ നമുക്ക് 94,400 രൂപ കിട്ടും. പിന്നെ അടുത്തത് 3,90,000. അങ്ങനെ ഇത് കൂടിക്കൂടി പോവുകയാണ്. പിന്നെ കണ്ടോ കോടികളിലേക്ക് കടന്നു. 2 കോടി, 10 കോടി, 41 കോടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. 10,734 കോടിയാണ് ടോട്ടൽ. അത്രയൊന്നും നോക്കണ്ട, നമുക്ക് അതൊക്കെ കിട്ടും, കിട്ടാത്തതൊന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൽ പോകേണ്ട രീതിയിൽ എല്ലാവരും ഇങ്ങനെ 2 പേരെ വെച്ച് ചേർത്ത് കറക്റ്റ് നമ്മുടെ താഴെ എല്ലാവരും പോവുകയാണെന്ന് വെച്ചോ, ഏകദേശം ഒരു 32,000-ഓളം ആൾക്കാർ ഏറ്റവും അവസാനത്തെ ലെവലെത്തുമ്പോഴത്തേക്ക് എത്തും. അത്രയും എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് കിട്ടും. അത്രയും നോക്കണ്ട നിങ്ങൾ. ഏകദേശം ഒരു 100-500 പേരിനടുത്ത് നമ്മുടെ താഴേക്ക് എങ്ങനെയാണെങ്കിലും വരും, ഇതേപോലെ ആഡായി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ലക്ഷങ്ങളുടെ വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഇൻകം. ഈ നെറ്റ് ഇൻകം എന്ന് നോക്കിക്കോ. ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നതാണ്. അപ്പം നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ചേരേണ്ട രീതി ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. ഒരാളുടെ റെഫറലിലാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. ഒരു റെഫറൽ ID അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ റേഞ്ച് BNB കുറിച്ച് ഏകദേശം ഇത് പറയുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്നിക്കൽ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാനൊരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു രീതി പറഞ്ഞെന്ന് മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോ. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ എല്ലാം നോക്കി ഇതിൻ്റെ സിസ്റ്റം വെച്ച് ഏകദേശം പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിട്ടത്. ഇതിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.